സാധിക്കേ നീ നേരത്തെ ഇറങ്ങൂലേ? നാളെ ലീവല്ലേ? നമുക്കൊരു ചായ പിടിക്കാം. ബഷീർ ഖാൻ്റെ കടയിലേക്ക് പോവാം. ആ ഞാനേ ബഷീർ ഖാൻ്റെ കടയിൽ കാണും. ബഷീർ 2 ചായ. ഞാൻ ഇങ്ങനെ ആലോചിക്കരുത്, നമ്മുടെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ അന്യ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഒരു തരത്തിൽ നമ്മൾ അത്യാഗ്രഹമല്ലേ? അത്യാഗ്രഹമല്ലടാ, അതൊരു അതിജീവനാണ്. നമ്മളെ മേൽ ചേർത്ത് കുറേ കെട്ടുമ്പോണ്ടല്ലേ, അതെടുത്ത് തീർക്കാനുള്ള അതിജീവനം. ഞാൻ ഇപ്പോൾ ആലോചിക്കണം എന്താണെന്നറിയാം, നമ്മുടെ നാട്ടിലൂടെ ആ ഇടവയിലൂടെ കയ്യിലും മുണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നടക്കുന്നത് എന്താല്ലേ? അതെ അതെ, നമ്മൾ എത്ര സുന്ദര ദിനങ്ങളാണല്ലേ ഈ മരുഭൂമി കവർന്നെടുത്തേ. നിങ്ങൾക്കറിയാലോ എൻ്റെ സൈറാൻ്റെ കാര്യം. ഞാൻ ഗൾഫിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ഓള് കളം മാറ്റി. ഗൾഫുകാരൻ്റെ ഭാര്യയാകാൻ ഓളില്ലാതെ. ശരിയാ, 2 വർഷത്തെ ലീവിൽ നമ്മൾ 1 മാസം നാട്ടിൽ പോയാലേ നമ്മൾ എത്ര ദിവസം കുടുംബത്തോടെ ജീവിക്കുന്നുണ്ട്. പണ്ടൊക്കെ എൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ടേ ആ പെട്ടി തുറക്കുമ്പോഴൊരു മണമില്ലേ, ഞാൻ വിചാരിച്ചത് ഗൾഫിൽ മൊത്തമൊക്കെ ആ മണമായിരിക്കുന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ വാപ്പയുടെ വേർപ്പിൻ്റെ മണമാണ്. ഇവിടെ മുക്കിലും മൂലയിലും പണിയെടുക്കുന്ന മനുഷ്യന്മാരുടെ വിയർപ്പിൻ്റെ മണം മാത്രമേ ഉള്ളൂ.